അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ ഭിന്നാഭിപ്രായം. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്ന് നടിമാരായ അൻസിബയും സരയുവും പറഞ്ഞപ്പോൾ ആരോപണ വിധേയരായവർ മാറി നിൽക്കുന്നതാണ് മര്യാദയെന്ന് നടന്മാരായ ആസിഫ് അലിയും അനൂപ് ചന്ദ്രനും വ്യക്തമാക്കി. മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം അത്രയും വലിയ അമ്മ പോലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാര്യം എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. അങ്ങനെ ഒരു നേതൃത്വ പാഠവുമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിൻ്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ്. YS അഭിനന്ദുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഇതിനോടകം ആരൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്? അന്തിമ പട്ടിക എപ്പോഴാകും അഭിനന്ദ്? ഉന്മേഷ്, അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് പോർക്കളം അങ്ങനെ ചൂട് പിടിക്കുകയാണ്. നിലവിൽ 125 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ള. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ 93 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കളമൊരുങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചേരിതിരിഞ്ഞുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്ന പ്രതികരണം ഇപ്പോൾ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പല അംഗങ്ങൾ, താരസംഘടനയിലുള്ള അംഗങ്ങളൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് കൊച്ചിയിലെ അമ്മ ഓഫീസിലെത്തിയിരുന്നു. അവരുടെ പ്രതികരണങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ആസിഫ് അലി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു, ആരോപണ വിധേയരെല്ലാം തന്നെ മാറി നിൽക്കണം, അത്തരത്തിലേക്കുള്ള നേതൃത്വം ഇനി ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ള ഒരു പ്രതികരണം ആസിഫ് അലിയുടെ ഭാഗത്തും അനൂപ് ചന്ദ്രന്റെ ഭാഗത്തും ഉണ്ടായപ്പോൾ ഈ ആരോപണ വിധേയരെ അനുകൂലിക്കുന്ന ഒരു പ്രതികരണമാണ് നേരത്തെ അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അൻസിബയുടെയും സരയുടെയും ഭാഗത്തുണ്ടായത്. അൻസിബ പറഞ്ഞത് ഇപ്രകാരമാണ്: രാഷ്ട്രീയ രംഗത്ത് ആരോപണ വിധേയർ മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംഘടനയിൽ ഇത്തരത്തിലേക്ക് മത്സരിക്കുന്നതിന് എന്ത് പ്രശ്നമെന്നായിരുന്നു അൻസിബ ഹസൻ പറഞ്ഞത്. ഒപ്പം തന്നെ സരയു അല്പസമയം മുമ്പ് പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: തങ്ങൾ 508 പേരടങ്ങുന്ന സംഘടനയാണ്, സംഘടനയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ അങ്ങനെ തീരും, അല്ലാതെ ആരോപണ വിധേയരെ മാറ്റി നിർത്തേണ്ട ആവശ്യം നിലവിലില്ല എന്ന് സരയും വ്യക്തമാക്കി. എന്തായാലും 25 പേരുടെ ഒരു പട്ടിക ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് നവ്യ നായരും നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 74 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. 24 പേരുടെ അകത്ത് ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ആരോപണ വിധേയരായി മാറ്റി നിർത്തണമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടത് ബാബുരാജിന്റെയും ജയൻ ചേർത്തലയുടെയും പേരായിരുന്നു. ആ ബാബുരാജും ജയൻ ചേർത്തലയും ഇപ്പോൾ നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബാബുരാജ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ നടന്മാരായ സുരേഷ് കൃഷ്ണ, വിനു മോഹൻ, കൈലാഷ്, ജഗദീഷ്, സന്തോഷ് കീഴാറ്റൂർ, രവീന്ദ്രൻ, ഡിസ്കോ രവീന്ദർ, അനൂപ് ചന്ദ്രൻ, ആശാ രവീന്ദർ, ടിനി ടോം, ശ്വേത മേനോൻ, ശ്രുതി ലക്ഷ്മി, സജിത ബേട്ടി, കുക്കു പരമേശ്വരൻ, ലക്ഷ്മിപ്രിയ, അഞ്ജലി നായർ, നാസർ ലത്തീഫ്, ഉണ്ണി ശിവപാൽ, സരയു മോഹൻ, അനന്യ, രഞ്ജിനി ജോർജ്, ജോയ് മാത്യു അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ഒരു ഭൂരിഭാഗം ആളുകളും സ്ഥാനാർത്ഥികളായി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 508 അംഗ സംഘടന 125 പേര് നോമിനേഷനുമായി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം അത് ചൂട് പിടിക്കുകയാണ്. ഉന്മേഷ്. ശരി, YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ന്യൂസ് ഈവനിംഗ് പൂർത്തിയാകുന്നു. ഇനി ഹോട്ട് ന്യൂസ് ആണ്. പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.